സ്വാഗതം. അപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്തത് എനിക്ക് ശരിക്കും പറയാൻ വയ്യായിരുന്നു. ടോൺസിലൈറ്റിസ് അതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചതിന് ശേഷം ഓക്കെ ആയത്. ഇവിടെ ലോഫ്റ്റിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡസ്റ്റ് ഒക്കെ കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ലൈഫിൽ ഈ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞ പ്രശ്നം തന്നെ വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഒരു ലഞ്ച് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോ എക്സാം ആണൊക്കെ കുട്ടികൾക്ക്. അപ്പൊ ഉച്ചവരെയുള്ള എക്സാം 12 മണി വരെയുള്ളൂ. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 12 മണിയായി. അപ്പൊ കുട്ടികളെ ഇപ്പൊ വരും. അപ്പൊ അതിനു മുമ്പ് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് റൈസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയി ഒന്ന് കുളിച്ചൊക്കെ വന്ന് വേഗം ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു മഷ്റൂം റൈസ് ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് മഷ്റൂം. 200 ഗ്രാമിന്റെ ബട്ടൺ മഷ്റൂം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്, വലിയ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ വെജിറ്റബിൾസ് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണതിന് മുമ്പ് നമുക്ക് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പൊ ഈ ഒരു റൈസ് ഇവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മഷ്റൂം നമുക്കൊന്ന് കഴുകിയെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂമാണ്. മഷ്റൂം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം, അധികം ദിവസം വെക്കരുത്. ഫുഡ് പോയ്സണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മഷ്റൂം കേടായി കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈ മഷ്റൂം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മഷ്റൂം ഒക്കെ പിന്നെ ഒരുപാട് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കരുത്, വെള്ളം നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്യും. മഷ്റൂം റൈസ് ഇവിടെ നല്ല മൂവ്മെന്റ് ആണ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാണ്. പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് മഷ്റൂം റൈസ്. ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ അങ്ങനെയൊക്കെ സിമ്പിൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതും വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല കേട്ടാ. അപ്പൊ എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കുട്ടികളെത്തി എങ്ങോട്ടൊക്കെ വരണേ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി എക്സാം? ഏതായിരുന്നു? നന്ദൂരി കാണില്ല അല്ലെ. പിന്നെ അതേ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, നമുക്കൊരു ചെറിയൊരു കഷ്ണം മതിയേ. കൂടുതൽ വേണമെങ്കിൽ ഇടാം. എന്റെ രണ്ടാമത്തെ പുത്രന് ക്യാപ്സിക്കം ഇഷ്ടമല്ല, അതാണ് ഞാൻ ചെറിയൊരു കഷ്ണം ഉള്ളത്. കുറച്ച് മതി. അതുപോലെ ഒരു ചെറിയൊരു ഓണിയൻ. ക്യാപ്സിക്കം നമുക്ക് ഇതുപോലെ നല്ല ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ റെഡ് ക്യാപ്സിക്കം പിന്നെ നല്ല സ്വീറ്റ് അല്ലേ. ഈ ക്യാപ്സിക്കം അതുപോലെ മഷ്റൂം നന്നായിട്ട് യോജിച്ച് പോണ കാര്യങ്ങളല്ലേ. ക്യാപ്സിക്കം മഷ്റൂം സ്റ്റിർ ഫ്രൈ ഒക്കെ വളരെ ടേസ്റ്റി അല്ലേ. ഞാനിത് ഇതുപോലെ നീളത്തിലാണ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ മുറിക്കാം, ഒന്നുമില്ല. പിന്നെ ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇത് ഞാനൊരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഒരു ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ ഇതിന്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്നു വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട്. റൈസിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുമല്ലോ. വെന്ത് വരട്ടെ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഈ സവോളയിലേക്കും കുറച്ച് ചേർക്കാം കേട്ടോ. അപ്പൊ സവോള വേഗം ഒന്ന് വഴന്നു വരുള്ളൂ. പിന്നെ ഈ ഒരു റൈസിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ഏലക്കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇതേ കണ്ടോ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച ക്യാപ്സിക്കം ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരട്ടെ. അവരായിട്ട് വഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ക്യാപ്സിക്കത്തിനൊന്നും അധികം വേവൊന്നുമില്ലല്ലോ. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാൻ മഷ്റൂം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് മഷ്റൂം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മഷ്റൂം ചൂടായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വരും. പിന്നെ മഷ്റൂമും പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മുടെ റൈസും മഷ്റൂമും ഒക്കെ ഒരേപോലെ പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഇപ്പൊ കണ്ടോ മഷ്റൂം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് വെള്ളം ഒരു ഇത്തിരി വെള്ളം കൂടിയുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ അളവ് ഒരുപാട് കൂടെ ഉണ്ടോ. പിന്നെ ഗരം മസാല അതും 1 ടീസ്പൂൺ അളവിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. എരിവിന് ഇതിൽ കുരുമുളക് പൊടി മാത്രം നമ്മൾ ചേർക്കണുള്ളൂ, മുളക് പൊടി ചേർക്കണില്ല. കൂടുതൽ സ്പൈസി ആണെങ്കിൽ പച്ചമുളക് ചേർക്കാം. പക്ഷെ നന്നായിട്ടൊന്ന് കുറച്ച് സമയത്തൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മഷ്റൂമിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു വരും. ഓൾറെഡി നമ്മൾ സവോളയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നല്ലോ. അപ്പോൾ ഇത് മതി. ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി റെഡി ആയിട്ട് റൈസ് ഇത് വെന്ത് വരുന്നുള്ളൂ. ഇത് കണ്ടില്ലേ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇപ്പോൾ തീ കുറച്ച് വയ്ക്കാം. ഇത്ര നേരം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റൈസ് ആവശ്യത്തിന് വെന്ത് വന്നുണ്ട്. ഇത് നമുക്ക് ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വേകാനുള്ളത് ഇതിൽ കിടന്ന് റെഡി ചെയ്യുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ബാക്കി റൈസ് വേവാനുള്ളത് ഇതിൽ കിടന്നൊന്ന് റെഡി ചെയ്യുന്നതാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റൈത്ത ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബറാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കണ്ട. മുറിച്ച് വെച്ച കുക്കുംബർ ഉണ്ടല്ലോ എല്ലാം ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം മിക്സ് ചെയ്യാല്ലേ. നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ കുക്കുംബർ റൈത്ത റെഡി. ഇനി നമുക്കിപ്പോൾ ഇത് തുറന്ന് നോക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ നേരത്തെ തന്നെ. പക്ഷെ കുറച്ച് സമയം കിടന്ന് മിക്സായിട്ട് വരുമ്പോഴാണ് ആ ഒരു ഫ്ലേവേഴ്സൊക്കെ റൈസിലേക്ക് നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. റൈസ് ശരിക്കും നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണതല്ലേ ഏതൊരു റൈസിൻ്റെയും എന്താ പറയുക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ വെന്ത് കഴിഞ്ഞാലും പ്രശ്നമില്ലാത്ത കേർഡ് റൈസാണ്. അപ്പോൾ നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള മഷ്റൂം റൈസ് റെഡി. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള റൈത്തയും റെഡി ആയിട്ടുണ്ട്, കുക്കുംബർ റൈത്ത. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ച്. നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്താലോ. കൂടെ കുക്കുംബർ റൈത്ത. അപ്പൊ നമ്മുടെ ഇന്നത്തെ മഷ്റൂം റൈസും കുക്കുംബർ റൈത്തും റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയാം കേട്ടോ.